കേരളം വനം നിയമ ഭേദഗതി മലയോര കർഷകരുടെ മരണമണിയെന്ന് പി.സി. ജോസഫ് എക്സ്-എം.എൽ.എ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്ന ബില്ല് മലയോര മേഖലയിലെ കാർഷിക ജീവിതത്തെ തകർക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസായവൽകൃത രാജ്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഉപകരണമാക്കുന്നത് മൂലമുള്ള ദുരിതമാണ് കണ്ടുവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രകൃതി സംരക്ഷണം ഒഴിവാക്കാൻ ആകാത്തതാണെങ്കിലും സമ്പന്ന രാജ്യങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ തദ്ദേശീയരെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും സാധാരണമായിരിക്കുന്നതായി പി.സി. ജോസഫ് പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൽ മാത്രമുള്ള EFL, ESA ആക്ടുകളും ഏറ്റവും ഒടുവിലെ വനം ഭേദഗതി ബില്ലും വിലയിരുത്തപ്പെടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥിരമായ കർഷക ദ്രോഹവും കുടിയിറക്ക ഭീഷണിയും മൂലം സമൂഹത്തിൽ ഉയർന്നുവരുന്ന എതിർശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള വനം വകുപ്പിന്റെ ത്വരയാണ് പുതിയ ബില്ലിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതുപ്രകാരം ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പോലും ഒരാളെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും. മുൻപ് DFO റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഇതിനുള്ള അധികാരം. വാറന്റില്ലാതെ വീടോ സ്ഥലമോ വാഹനമോ സംശയത്തിന്റെ പേരിൽ പരിശോധിക്കാനും ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഈ നിയമം അധികാരം നൽകും. ഇതുപോലുള്ള ഒരു കർഷക വിരുദ്ധമായിട്ടുള്ള നിയമം കൊണ്ടുവരുവാൻ അനുവദിക്കില്ല എന്നാണ് ആ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ബോധ്യം. അപ്പോൾ ഇതിനെതിരായിട്ട് കർഷക പ്രക്ഷോഭങ്ങൾ സ്വാഭാവികമായും EFL വിരുദ്ധ പ്രക്ഷോഭം പോലെ ESA വിരുദ്ധ പ്രക്ഷോഭം പോലെ ബഫർ സോണിൻ്റെ അനിയന്ത്രിതമായ ഏരിയയ്ക്കെതിരെയുണ്ടായ സമരം പോലെ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ നിലപാട്, ഈ നിയമം പിൻവലിച്ച് കൃഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതിന് വനം വകുപ്പ് തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുമെല്ലാം നോക്കുകുത്തികളായി മാറും. വനം വകുപ്പിന്റെ അന്യായത്തിനെതിരെ സമരം ചെയ്യുകയോ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്താൽ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. എതിർക്കുന്ന ആളുകളെ ഉരുക്കുമുഷ്ടിയാൽ നിശബ്ദരാക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു.